ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് മെയ് 12 ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യേണ്ട ദിവസമാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരാഗ്രഹം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫുൾ മൂണിനെ കുറിച്ചാണ്, പൗർണമിയെ കുറിച്ചാണ്. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. ഇന്നത്തെ പൗർണമിയെ പുഷ്പചന്ദ്രൻ എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഫുൾ മൂണിനെ നമ്മൾ പറയുന്നത് ഫ്ലവർ മൂൺ എന്നാണ്. ഒരു പരിവർത്തനമാണ് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നവർക്ക്, അഫർമേഷൻ ചെയ്യുന്നവർക്ക് സാധ്യമാകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റക്ക് എനർജി മാറിക്കൊണ്ട്, ഒരു ബ്ലോക്ക് എനർജി മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നൊരു ദിവസമാണ് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു ഊർജമാണ് നിങ്ങൾക്ക് ഇന്ന് കൈവരാൻ പോകുന്നത്. ചന്ദ്രന്റെ ആ ഒരു പ്രകാശ വലയത്താൽ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഫുൾ മൂൺ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനായിട്ട് കഴിവുള്ളതാണ്. വൃശ്ചിക രാശിയുടെ തീവ്രവും പരിവർത്തനാത്മകവുമായ സ്വാധീനവുമായി ഇത് യോജിക്കുന്നു. ഈ ഊർജം എങ്ങനെ പ്രയോജനപ്പെടുത്താം? നിങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ആ ഊർജത്തെ നിങ്ങളിലേക്ക് തരുകയാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. ചന്ദ്രന്റെ ഊർജം നിങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു? നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക. എങ്ങനെ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക? നിങ്ങൾ മെഡിറ്റേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇന്നും ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. മെഡിറ്റേഷൻ വീഡിയോസ് ഒത്തിരി ഉണ്ട്, അത് നോക്കിയിട്ട് അറിയാത്തവർ ചെയ്യൂ. മെഡിറ്റേഷൻ ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണ്. നിങ്ങളുടെ ആഗ്രഹം അത് ചന്ദ്രന് മുന്നിൽ നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവും വേണം. നിങ്ങൾക്ക് 3 ആഗ്രഹങ്ങൾ പറയാം. ആ 3 ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുക. 3 ആഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതെല്ലാം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 തവണ പറയണം. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അത്രമാത്രം വിശ്വസിച്ചുകൊണ്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഒരു ശക്തമായ ധ്യാനത്തിലൂടെ, അഫർമേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു സ്ഥിരീകരണമാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ, ഇതുവരെയുള്ള ജീവിതയാത്രയിൽ നിങ്ങൾ എന്തു നേടി? ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു മാറ്റത്തെയാണ് നിങ്ങൾ ഇവിടെ കാണേണ്ടത്. നിങ്ങൾ ചന്ദ്രന്റെ ഊർജത്തിൽ അലിഞ്ഞു ചേരുക. പ്രപഞ്ച നിമിഷങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും അത് നേടിയെടുക്കാനായിട്ട് ഈ ഫുൾ മൂൺ അഫർമേഷൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഞാൻ റീഡിങ്ങിലേക്ക് പോവാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള 3 കാർഡ്സ് എന്ന് പറയുന്നത് ദ ലവേഴ്സ് കാർഡ്, ദ മൂൺ, കിങ് ഓഫ് പെന്റക്കിൾ. ഈ 3 കാർഡ്സും പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് ലവേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വരാൻ പോകുന്ന ആ ഒരു പ്രണയത്തെയാണ് കാണിക്കുന്നത്.
റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഹെൽത്തി ബൗണ്ടറീസ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ ലവേഴ്സ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൽ അരിഞ്ഞു ചേരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളും അവരും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നിപ്പിക്കും വിധമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അവരെ മറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവരെ കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നത്തെ ദിവസം വളരെയേറെ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ മൂൺ ആണ്. ഇവിടെ മൂൺ എന്ന് പറയുമ്പോൾ ഒരു ഇല്യൂഷനെയാണ് കാണിക്കുന്നത്, ഹിഡൻ ട്രൂത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പേടിക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി വളരെയേറെ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഫുൾ മൂൺ അഫർമേഷൻ ആണ് അല്ലേ? നിങ്ങളുടെ ആഗ്രഹത്തെ തേടിക്കൊണ്ട്, നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സൽ സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആ ഒരു മെഡിറ്റേഷനും ഫുൾ മൂൺ അഫർമേഷനും നിങ്ങളുടെ പേഴ്സണിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള സ്വപ്നങ്ങളെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് ഈ ഫുൾ മൂൺ അഫർമേഷന് സാധിക്കുമെന്ന് ഞാനും പറയുന്നു. നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം യൂണിവേഴ്സിൽ സറണ്ടർ ആവുക. നിങ്ങൾ അത്രമാത്രം വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും കംപ്ലീറ്റ് ചെയ്യുക. പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി വേണം നിങ്ങൾ ചെയ്യുവാനായിട്ട്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഡിസയർ എന്ത് തന്നെ ആയാലും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. കിങ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിലേക്ക് വരുന്ന ആ ഒരു അബണ്ടൻ തന്നെയാണ്, പുരോഗതി തന്നെയാണ്. ഈ കാർഡ് പറയുന്നത് ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻ എന്നാണ്. അതായത് നിങ്ങളിലേക്ക് വരുന്ന ഒരു പുരോഗതി, നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു എന്നതാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളോട് ക്ഷമയോട് കൂടിയിട്ടും ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ടും ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ വരാം, നിങ്ങളുടെ കാര്യം നടക്കോ ഇല്ലയോ എന്നുള്ള ചിന്ത വരാം. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തടസ്സങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രം മതി, നെഗറ്റീവിനെ നമ്മൾ അട്രാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുമില്ലെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായി വേണ്ടത് കോൺഫിഡൻസ് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ക്ഷമയോട് കൂടിയിട്ട്, ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട്, നിങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് നിങ്ങൾ എന്തു കാര്യവും മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ആ കാര്യം നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിക്ക് വരാൻ പോകുന്ന കംഫർട്ട് ആൻഡ് സെക്യൂരിറ്റിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഗോൾ നേടാൻ പോകുന്നു എന്ന് തന്നെയാണ് കിങ് ഓഫ് പെൻഡക്കിൾ കാർഡ് പറയുന്നത്. പേഴ്സണൽ ഗ്രോത്തിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസ്പെരിറ്റിയെയും സക്സസിനെയും ഈ കാർഡ് മീൻ ചെയ്യുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് റീഡിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പേഴ്സണൽ ഗ്രോത്തിനെ തന്നെയാണ്. ഇത് നേടിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ അഫർമേഷൻ തന്നെയാണെന്ന് ഞാനും പറയുന്നു. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പുരോഗതിയും ഈ ഒരു ദിവസം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഫുൾ മൂൺ അഫർമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ ഒരു ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് അത്രമാത്രം ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യൂ. അത് സാധ്യമാകുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അത് നിങ്ങൾക്ക് സാധ്യമാകാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഞാനെന്ന ഗൈഡിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഞാനെന്ന റീഡറിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാനും നിങ്ങളെപ്പോൾ തന്നെ മെഡിറ്റേഷനും മാനിഫെസ്റ്റും ചെയ്ത് ഇന്ന് ഫുൾ മൂണിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുന്നുണ്ട്.
എന്നോടൊപ്പം ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇന്ന് നേടാൻ പോകുന്നത്, ഇനി വരും ദിവസങ്ങൾ നേടാൻ പോകുന്നത് നിങ്ങളിലേക്കുള്ള മാറ്റം തന്നെയാണ്, പുരോഗതിയാണ്, നിങ്ങളിലെ പേഴ്സണൽ ഗ്രോത്ത് ആണ്. ഈ റീഡിംഗ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ നിങ്ങളുടെ ആക്യുറേറ്റ് റീഡിംഗ് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.